നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി നിർണായകമായി കാന്തപുരത്തിൻ്റെ ഇടപെടൽ. യമനിൽ ചർച്ചകൾ തുടരും. നീട്ടിയത് ചർച്ചകൾക്ക് വേണ്ടി. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പിലാക്കില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. നിമിഷപ്രിയക്ക് ആശ്വാസം. ഇനി തുടർ ചർച്ചകൾ നടക്കണം. മോചനത്തിലേക്ക് വഴി തുറക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു. ദിയാദനമുൾപ്പെടെ കുടുംബം പണം സ്വീകരിക്കുന്നതടക്കമുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കുടുംബത്തിന് നേരത്തെ ശക്തമായ എതിർപ്പ് മാപ്പ് നൽകുന്നതിൽ ഉണ്ടായിരുന്നു. യമനിലുള്ള പല ഗോത്രവിഭാഗങ്ങളും ഇങ്ങനെ മാപ്പ് നൽകി ഒത്തുതീർപ്പാക്കുന്ന രീതി അംഗീകരിക്കുന്നില്ല. അതവരെ പറഞ്ഞു മനസ്സിലാക്കണം. കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കി തുടർ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ നമുക്ക് മോചനത്തിലേക്കുള്ള വഴി തുറക്കൂ. ഇപ്പോൾ നമുക്ക് ഏറെ ആശ്വാസമാകുന്നത് നാളെ നടക്കാനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള ഏക ആശ്വാസമാണ്. ഇനിയും ചർച്ചകൾ നടത്തി നിമിഷപ്രിയക്കുള്ള ദിയാദനമെല്ലാം നമുക്ക് ചർച്ചയിലൂടെ ഒക്കെ വെളിപ്പെടുത്തി നിമിഷപ്രിയ എത്രയും വേഗം യമനിൽ നിന്നും മോചന വാർത്ത കേൾക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.